ലിഷോയ്, ഈ തൃശ്ശൂർ എപ്പോഴും ഏകദേശം മിക്ക സമയങ്ങളിൽ നമ്മൾ കടലാക്രമണം സംബന്ധിച്ച വാർത്തകൾ കൊടുക്കാറുണ്ട്. കടൽ വേലിയേറ്റം, വേലിയിറക്കം ഇതൊക്കെ സംബന്ധിച്ച വാർത്തകളുണ്ട്. ഇന്നിപ്പോൾ ജാഗ്രത നിർദ്ദേശം അടക്കം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഭാഗത്തേക്ക് ചുഴലി വീശാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. അപ്പോൾ എന്താണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഈ തൃശ്ശൂരിൽ നിന്ന്? അതായത് തൃശ്ശൂർ പെരിഞ്ഞനം സമതി ബീച്ചിലാണ് ഇന്നലെ വലിയ തോതിൽ കടൽക്കയറ്റം ഉണ്ടായത്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് തൊഴിലാളികൾ ഇവിടെ ഇരുന്ന് ജോലി ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിൽ കടൽ അടിച്ച് കയറിയത്. വലിയ തോതിൽ ഈ ഭാഗത്തുണ്ടായിരുന്ന വലകൾക്കെല്ലാം തന്നെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇവിടെ അങ്ങനെ വെള്ളമൊന്നും കയറാത്ത ഒരു ഇടമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന വലകളെല്ലാം തന്നെ അപ്രതീക്ഷിതമായി നടന്ന ഈ ഒരു സംഭവത്തിൽ വലകളെല്ലാം തന്നെ ഈ വെള്ളത്തിലായിട്ടുണ്ട്. പലതും മണൽ കയറി നശിക്കുന്ന ഒരു സ്ഥിതി ആയിട്ടുണ്ട്. കൂടാതെ ആ സമയത്ത് ഇവിടെ വള്ളങ്ങൾ ഉണ്ടായിരുന്നു. ആ വള്ളങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ തന്നെ കരയ്ക്ക് കയറ്റിയതിനാൽ ഒരു വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല. ചേട്ടാ, നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നവരാണോ? ആ ഒരു സമയത്ത് നിങ്ങളൊക്കെ ഉണ്ടായിരുന്നോ കൂടുതലായിട്ടും ഈ വള്ളം ബന്ധപ്പെട്ട്? ആ സമയത്ത് 1 മണി കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നതാണ്. പണി അങ്ങ് നിർത്തി. അപ്പോഴാണ് ചെറുതൊരു ആദ്യം കയറിയിരുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും രൂക്ഷമായി. അപ്പോഴത്തേന് പിടിച്ചാൽ കിട്ടാത്തൊരു സംഭവത്തിലേക്ക് പോയി. പെട്ടെന്നായിരുന്നത്. ഒരു എത്ര സമയം കൊണ്ട് ഇങ്ങനെ വെള്ളം കയറിയത്? ഒരു 10 മിനിറ്റ് മതി. വിചാരിച്ചാൽ അധികം സമയമൊന്നും വേണ്ട. ആ സമയത്ത് കടലിൽ പണിക്ക് തൊഴിലാളികൾ പോയിട്ടുണ്ടായിരുന്നു? ഇല്ല, ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് കുറച്ച് ബോട്ടുകൾ ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുണ്ടാവില്ല ആ സമയത്ത്. ഉച്ച സമയം രാവിലെ തന്നെ പരിപാടി കഴിയും. നമ്മൾ എന്തുകൊണ്ട് എങ്ങനെ ഉണ്ടാവണമെന്ന് വല്ലതും പോണവർക്കും മറ്റൊക്കെ അറിയണ്ടേ? ഇല്ല, ഇതിപ്പോൾ പെട്ടെന്ന് ഉണ്ടാകുന്ന പ്രതിഭാസമാണത്. ഇത് ഇതേമാതിരി വേനലുകളിൽ ചില സമയത്തൊക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. എല്ലാ കൊല്ലമല്ല, ചില കൊല്ലങ്ങളിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാറ്റ് വീശിയുണ്ട് കടലിൽ? കാറ്റ് വീശി എന്ന് പറയുന്നു. ആ കാറ്റ് ഇന്നലെ നല്ല കാറ്റൊക്കെ ഉണ്ടായിട്ടുണ്ട് കടലിൽ. പിന്നെ കടലിൽ ചുഴലി ഉണ്ടായതിൻ്റെ വീഡിയോ ഒക്കെ അവർ എടുത്ത് വിട്ടിട്ടുണ്ട്. അത് എവിടെ നിന്ന് പോയ തൊഴിലാളികളാണ്? അത് നമ്മുടെ കൈപ്പാലം കമ്പനിക്കടവ് കുരിക്കുഴി എന്ന് പറയും. ആ സ്ഥലത്തുനിന്ന് പോയ ആളുകൾ. അതെങ്ങനെയാ അവിടെ കടലില് പണിക്ക് പോയ സമയത്ത് അവര് കുറച്ച് ദൂരം നിന്നിട്ട് ചുഴലി പോണത് കണ്ട. ചുഴലിയിൽ അവർ പെട്ടില്ല. അവർ പെട്ടിടങ്ങ അവർക്ക് ഭയങ്കര അപകടം പറ്റിയായിരുന്നു. അപ്പോൾ അവരത് വീഡിയോ എടുത്ത് അവര് പോന്നു. പണി ഒഴിവാക്കി അവർ പോരുകയും ചെയ്തു. മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ശരി ലിഷോയിലേക്ക് മടങ്ങി വരാം. തൃശ്ശൂരും കടലാക്രമണ ഭീഷണി നിലനിൽക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. കടല് വലിയ പ്രക്ഷുബ്ധമാണ്. തിരമാലയൊക്കെ വീശിയടിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം.